ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡിസംബർ 31, ഈ വർഷത്തെ അവസാനത്തെ ദിവസം. ഇനി ഒരു ചാൻസ് കിട്ടത്തില്ല എന്നോർത്തപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ സമയം 12:30. മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് കൊടുത്തുവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടെ ഞാൻ വീഡിയോ എടുക്കാറുണ്ടെങ്കിലും അതൊന്നും അപ്ലോഡ് വരെ എത്താറില്ല എന്നതാണ് സത്യം. ഉച്ചക്കലത്തെ പാചകമെല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ വീട്ടിലെ പ്രൈം മിനിസ്റ്ററിന് ആഹാരം കൊടുക്കണം. ചപ്പാത്തിയും പനീർ കറിയും പയറുമാണ് ഞാൻ ഇന്നുണ്ടാക്കിയത്. ഈ ചോറ് എനിക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല. ചോറും പയറ് തോരനും പയറ് മെഴുക്കുവരട്ടിയും മാങ്ങ അച്ചാറും തൈരും രാവിലത്തെ കടലക്കറിയുമാണ് ഉച്ചക്കലത്തെ ചോറിനുള്ളത്. ഇന്നിനി ഒന്നും കുക്ക് ചെയ്യണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൈകുന്നേരത്തേക്കുള്ള ചായയും കൂടി ഇട്ട് കഴിഞ്ഞ് ഈ വർഷത്തെ അവസാനത്തെ പാചകം അവിടെ നിർത്താമെന്നാണ് ഞാൻ കരുതുന്നത്. രാത്രി കഴിക്കാൻ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങാമെന്ന് കരുതുകയാണ്. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം 2023 നവംബർ 4-നാണ്. അങ്ങനെ പറയത്തക്ക വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ എനിക്കിതുവരെയും കഴിഞ്ഞിട്ടില്ല. കുറച്ചു നാളുകളായി എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായതിനാൽ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുവാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഒരു തരത്തിൽ നോക്കിയാൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ട്രോമ എന്ന് തന്നെ പറയാം. ചിലപ്പോൾ തോന്നും വന്നതെല്ലാം നല്ലതിനു വേണ്ടിയിട്ടാണെന്ന്. എനിക്ക് ചുറ്റുമുള്ളവരെയെല്ലാം നന്നായി മനസ്സിലാക്കാൻ പറ്റി. ഒരു പക്ഷേ എൻ്റെ അവസാന ശ്വാസം വരെ എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അന്ധമായി വിശ്വസിച്ച പലരും ഇന്ന് എന്നോടൊപ്പം ഇല്ല. ജീവിതം നമ്മൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേ ഫ്ലോയിൽ മുൻപോട്ട് പോവുകയാണ്, മാറ്റമില്ലാതെ പോവുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമ്മളുടെ കൂടെ തന്നെ ഉള്ളതായി ഭാവിക്കും. മറിച്ച് ഒരു മോശം അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ആരും തന്നെ പിന്നീട് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുകയില്ല. കഴിഞ്ഞ 3 വർഷമായി ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 3 വർഷം മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഇന്ന് എന്നോടൊപ്പം ഇല്ല. എൻ്റെ ഈ മോശം അവസ്ഥയിൽ എന്നെ ചേർത്ത് പിടിച്ച വളരെ കുറച്ചു പേരുണ്ട്. അവർക്ക് ഞാൻ കൊടുത്ത വാക്കാണ് ഈ ന്യൂ ഇയർ മുതൽ ഞാൻ പഴയതുപോലെ നന്നായിക്കൊള്ളാം എന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ശരിക്കും നന്നാവാൻ തീരുമാനിച്ചു. മരിച്ച് ജീവിക്കുന്നതിലും ജീവിച്ച് മരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് ഈ അടുത്താണ് മനസ്സിലായത്. എന്തായാലും ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. ലേറ്റായോ എന്നൊരു സംശയം. ആരംഭശൂരത്വമാണോ എന്നറിയില്ല. കയ്യിൽ കെട്ടിയ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി കമഴ്ത്തി വെച്ചു. കുറച്ച് നാളായി എനിക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ വലിയ മടിയാണ്. അതുകൊണ്ട് ഞാനൊരു ചെറിയ കല്ല് എൻ്റെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ തുണികളെല്ലാം ഞാൻ ഇവിടെ തന്നെ കഴുകിയിടാറാണ് പതിവ്. ഈ സ്വഭാവങ്ങളിലൊക്കെ ഒരു മാറ്റം വരണമെന്നാണ് എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും പറയാറുള്ളത്.
ഇപ്പോൾ സമയം 4 മണിയായി. ഇനി കുറച്ച് കാപ്പി ഉണ്ടാക്കണം. എൻ്റെ മക്കൾ സ്കൂളിൽ നിന്നും വന്നു. കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വർക്കുകളിലേക്ക് പോയി. എനിക്കും ന്യൂ ഇയറിന് മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ളതിനാൽ ഞാനും അതിലേക്ക് പോകുകയാണ്. എന്നെ കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.